ഓർമ്മയ്ക്കായി ഭാഗം 104. ആൻസി ജഗദീഷിനെ നോക്കിയതും അവൻ കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് ആൽഫിയുടെ ഒപ്പം പുറത്തേക്ക് പോയി. ആൻസി സന്തോഷത്തോടെ ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട്, അമ്മൂസേ, അപ്പൂസേ, എൻ്റെ കാര്യം സെറ്റായി, എൻ്റെ മാവും പൂത്തു, അവൾ പറഞ്ഞത് കേട്ട് എല്ലാവരും ചിരിച്ചു. അപ്പോഴാണ് ചുറ്റും എല്ലാവരും നിൽക്കുന്നത് അവൾ ഓർത്തത്. അവൾ വേഗം തന്നെ ഫോൺ ചെവിയിലേക്ക് വെച്ചുകൊണ്ട് പടികൾ കയറി മുകളിലേക്ക് പോയി. ചാൾസ് ഏഞ്ചൽ പോകുന്നത് നോക്കി. അവൻ്റെ ഉള്ളിൽ ചെറിയ ടെൻഷനുണ്ടായിരുന്നു, പ്രിൻസി ആൻറ്റി അവളെ ഉപദ്രവിക്കുമോ എന്ന്. അതുകൊണ്ട് തന്നെ അവൻ വേഗം ഫോണെടുത്ത് ഏഞ്ചലിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. ഏഞ്ചൽ, നിനക്ക് വീട്ടിൽ പോകണോ? ഞാൻ കൊണ്ടുപോയി ആക്കണോ? അവൻ ചോദിച്ചു. വേണ്ട, കുഴപ്പമൊന്നുമില്ല. ഞാൻ പപ്പയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പപ്പയ്ക്ക് മമ്മിക്ക് ഒത്തിരി സന്തോഷമാണ്. എന്നോട് പറയാതിരുന്നതാണ്. ആൽഫിച്ചാനാ പറഞ്ഞത് ഇപ്പോൾ പറയണ്ടാന്ന്. ഞാൻ സത്യത്തിൽ ഒത്തിരി സന്തോഷത്തിലാണ്, ഏഞ്ചൽ പറഞ്ഞു. നിന്റെ പ്രിൻസി ആൻറ്റി എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ പപ്പയെ വിളിക്കുമ്പോൾ പപ്പയുടെ ഫോണിലേക്ക് പ്രിൻസി ആൻറ്റിയുടെ കോള് വരുന്നുണ്ടെന്ന് പപ്പ പറഞ്ഞു. പപ്പ എടുത്തില്ല. പപ്പയ്ക്ക് അറിയാമായിരുന്നു ഇതെന്തെങ്കിലും പറയാനായിരിക്കുമെന്ന്. ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ എടുത്തിട്ടുണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് വിളിച്ചു നോക്കാം എന്താ പറയുന്നതെന്ന്. മമ്മ പറഞ്ഞു അവളോട് പോയി പണി നോക്കാൻ പറയുന്നു. മമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. ഈ നരിക്കുന്നൽ വീട് മമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ടേ പറയും ആ വീടിൻ്റെ ഒത്തൊരുമയൊന്നും വേറെ ഒരു വീട്ടിലും ഇല്ലാന്ന്. അതെല്ലാം വല്യമ്മച്ചിയുടെ കഴിവാണെന്നാ മമ്മ പറയുന്നത്, ഏഞ്ചൽ പറഞ്ഞു. സത്യത്തിൽ അത് വല്യമ്മച്ചിയുടെ കഴിവോ വല്യപ്പച്ചൻ്റെ കഴിവോ ഒന്നുമല്ല. അത് ആൽഫ്രഡ് സാമുവലിൻ്റെ കഴിവാണ്. ഇച്ചായൻ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയ പിന്നെ ഇച്ചായൻ്റെ കഴിവാണ് കേട്ടോ. അതിനു മുന്നേ വല്യപ്പച്ചൻ്റെ വല്യമ്മച്ചിയുടെയും കഴിവ് തന്നെയാണ്. പക്ഷേ ഞങ്ങളെല്ലാവരും ഇത്ര ഹാപ്പി ആയിട്ട് ടെൻഷനൊന്നുമില്ലാതെ നടക്കുന്നതിന് കാരണം ആൽഫിച്ചായൻ തന്നെയാണ്. സത്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ജോലികളായിട്ട് തന്നിട്ടുണ്ടെങ്കിലും ഓൾ ഇൻ ഓൾ ഇച്ചായൻ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും ഇച്ചായനിൽ ഒരു കണ്ണുണ്ടാകും. ഇച്ചായൻ്റെ ബലത്തിലാണ് ഞാനൊക്കെ ഇങ്ങനെ തലയുയർത്തി പിടിച്ച് നടക്കുന്നത്, ചാൾസ് പറഞ്ഞു. എനിക്കറിയാം, എനിക്ക് ആൽഫിച്ചായനോട് എപ്പോഴും ഒരു ബഹുമാനം തോന്നിയിട്ടുണ്ട്. അത് പ്രണയമൊന്നും അല്ലായിരുന്നു എന്ന് എനിക്ക് ഇച്ചായനോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്. ഇച്ചായനോട് പ്രണയം തോന്നാതിരുന്നിട്ടില്ല എന്ന് ഞാൻ പറയില്ല. എപ്പോഴേക്കോ കണ്ടപ്പോൾ ഇങ്ങനൊരു പ്രണയം ഇഷ്ടമൊക്കെ തോന്നിയിരുന്നു. പക്ഷെ അത് എൻ്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന്, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് എന്തായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഏഞ്ചൽ പറഞ്ഞു. എനിക്കറിയാം, എന്നോടും ആൽഫിച്ചായൻ പറഞ്ഞു തൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കുത്തിക്കയറ്റി തന്ന ഒരു വിഷമായിരുന്നു ഇച്ചായൻ്റെ പേര് എന്ന്. അല്ലാതെ തൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലയെന്ന് ഇച്ചായൻ എന്നോട് ആദ്യമേ പറഞ്ഞിരുന്നു, ചാൾസ് പറഞ്ഞു. എന്തായാലും സന്തോഷമായില്ലേ? അവൻ ചോദിച്ചു. ഒത്തിരി സന്തോഷമായി എനിക്ക്. എന്നാ വീട്ടിലേക്ക് പോകുന്നേ? വല്യമ്മച്ചി അങ്ങനെ പറഞ്ഞപ്പോൾ തനിക്ക് വിഷമമായോ? ഇല്ല, ഞാൻ എന്തായാലും നാളെ പോവായിരുന്നതാ. ഇവരുടെ കാര്യം എനിക്കറിയില്ല. ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് തന്നെയാ മമ്മയും പപ്പയും വിളിച്ചപ്പോൾ പറഞ്ഞത്. കല്യാണം ഉറപ്പിച്ചിട്ട് ആ വീട്ടിലിങ്ങനെ നിൽക്കുന്നത് ശരിയല്ലാന്ന്. അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ പോകും, അവൾ പറഞ്ഞു. അയ്യോ, നാളെ പോവാണോ? അപ്പോൾ ഇനി എന്നാന്ന് വെച്ചാൽ ഈ ആൽഫിച്ചായൻ്റെ കല്യാണത്തിന് എന്നെ വിളിക്കില്ലേ? അവൾ ചോദിച്ചു. പിന്നെ എന്തു ചോദ്യത്? എൻ്റെ ഏട്ടായിയുടെ കല്യാണമല്ലേ. എൻ്റെ ഇച്ചായൻ്റെ കല്യാണത്തിന് താനില്ലാതെ എങ്ങനെയാടോ? ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് മാത്രമല്ല, ഇപ്പോൾ ഞാനുമായിട്ട് വിവാഹം ഉറപ്പിച്ച പെണ്ണ് കൂടിയാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ വന്ന് വിളിക്കും. പോരെ? മതി. എന്തായാലും വേഗം കിടന്നോ. ആ പ്രിൻസി ആൻറ്റിയുടെ മുന്നിലേക്ക് ചെന്ന് പെടണ്ട. അവർ ചിലപ്പോൾ തന്നെ വഴക്ക് പറയും. അത് കേട്ടാൽ എനിക്ക് ദേഷ്യം വരും. അതുകൊണ്ടാണ് വേഗം കിടന്നോട്ടോ. ശരി. അതെ, പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കാണാവോ? അവൻ ചോദിച്ചു. കാണാം. എവിടെ വെച്ചോ? ഇവിടെ വെച്ച് തന്നെ. താനിങ്ങോട്ട് വന്നാൽ മതി. അപ്പോൾ നാളെ ആൽഫിച്ചായൻ്റെ ബസ് ഇറങ്ങുകയല്ലേ? അതിന് പോകുന്നില്ലേ? അയ്യോ, ഞാൻ മറന്നു. താൻ ഓർമ്മിപ്പിച്ചത് നന്നായി. എന്നാൽ പിന്നെ നമുക്ക് നാളെ പള്ളിയിലേക്ക് പോയാലോ? നാളെ പള്ളിയിൽ അച്ഛൻ്റെ വെഞ്ചിരിപ്പ് കഴിഞ്ഞിട്ടായിരിക്കും ബസ് ഇറങ്ങുന്നത്. അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പോകാം. എന്ത് പറയുന്നു? പോരുന്നോ എൻ്റെ കൂടെ പള്ളിയിലേക്ക്? അവൻ ചോദിച്ചു. പോകാം. അപ്പോൾ നാളെ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് തനിക്ക് പോകാം. പോരെ? അല്ലെങ്കിൽ തന്നെ ഞാൻ കൊണ്ടുപോയി ആക്കി തരട്ടെ? അവൻ ചോദിച്ചു. അത് പ്രിൻസി ആൻറ്റിയൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ രാവിലെ നോക്കിയിട്ട് പറയാം, അവൾ പറഞ്ഞു.
എന്ന് മുതലാ കോളേജിൽ പോയി തുടങ്ങുന്നേ? അടുത്ത ആഴ്ച തുടങ്ങി പോവും. അപ്പോൾ കാണാലോ. ഞാനെന്തായാലും ഷോപ്പിലുണ്ടാവും. അപ്പോൾ രാവിലെയും വൈകിട്ടും കാണാം. പിന്നെയും കുറച്ചു നേരം കൂടി അവരുടെ സംസാരം നീണ്ടുപോയി. എന്നാൽ പ്രിൻസി ആകെ ദേഷ്യത്തിലിരിക്കുകയായിരുന്നു. എന്താ പ്രിൻസി ഇതൊക്കെ? നീ അറിഞ്ഞില്ലേ അങ്ങനൊരു കാര്യം? ഇല്ല ഇല്ല അപ്പച്ചാ, ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞില്ല. ഇതിപ്പോൾ എനിക്ക് തന്നെ ഷോക്കായിപ്പോയി. ഏഞ്ചൽ, അവൾക്ക് ആൽഫിയോടൊരു ഇഷ്ടമുണ്ടായിരുന്നു എന്നാ ഞാൻ കരുതിയത്. ഇതിപ്പോൾ ആൽഫിയല്ല അവൾ സ്നേഹിച്ചത്, ചാൾസിനെയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്കിപ്പോഴും എൻ്റെ മൈൻഡ് ശരിയായിട്ടില്ല. സ്വപ്നം കാണുന്നതാണെന്ന് പോലും എനിക്ക് തോന്നുന്നു. ഞാൻ കേട്ടത് തന്നെയാണോ സത്യം? അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നത്, പ്രിൻസി പറഞ്ഞു. നീ കേട്ടത് തന്നെയാണ് സത്യം. എന്തായാലും നിന്റെ സഹോദരൻ്റെ മകളെ കൊണ്ട് ആൽഫിയെ കെട്ടിക്കണമെന്നായിരുന്നില്ലേ? അത് നടന്നില്ലെങ്കിലും അവൻ്റെ സഹോദരനെ കെട്ടാനുള്ള ഭാഗ്യമുണ്ടായില്ലേ? നിന്റെ കാര്യം പിന്നെ കുഴപ്പമില്ലാണ്ടായി. പക്ഷേ ഞങ്ങളുടെ മക്കളുടെ കാര്യമാണ്. എങ്ങനെയെങ്കിലും ആ നരിക്കുന്നൽ വീട്ടിലേക്ക് മരുമക്കളായിട്ട് കയറ്റാമെന്ന് കരുതിയപ്പോൾ നടക്കുന്നില്ല. ആ ആൻസിക്കൊച്ചി പറഞ്ഞത് കേട്ടോ? എന്തൊരു അഹങ്കാരാണ്! അവളുടെ സംസാരം കേട്ടിട്ടും അവിടെയുള്ളവരാരും അവളെ ഒന്ന് തടഞ്ഞു പോലുമില്ല. ആ ആൽഫി അവനിരിക്കുന്നത് കണ്ടോ? ഒരു മൗനാനുവാദം കൊടുത്തുകൊണ്ട് അതിൻ്റെ ബലത്തിലാണ് ആ പെണ്ണ് കത്തി കയറിയത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? നാളെ തന്നെ പോവാൻ നോക്കാം. ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? അവര് ഇറങ്ങിപ്പോകാൻ പറയാതെ പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നുന്നത്, ലൂണ പറഞ്ഞു. ശരിയാ, എന്തായാലും നാളെ തന്നെ നമുക്ക് പോകാം. ആൽഫിയുടെ വിവാഹത്തിന് അവിടെ വന്ന് ക്ഷണിക്കുമെന്ന് നോക്കട്ടെ. എന്നിട്ട് വേണം എനിക്ക് 2 വർത്തമാനം പറയാൻ. കൊച്ചപ്പച്ചൻ പറഞ്ഞതും ഒന്നും പറയാൻ നിൽക്കണ്ട അപ്പച്ച, നമുക്ക് ആ കല്യാണത്തിന് വന്നേ പറ്റൂ. എന്തെങ്കിലുമൊക്കെ അന്ന് സംഭവിക്കും, നമുക്ക് നോക്കാം, പ്രിൻസി പറഞ്ഞു. എന്ത് സംഭവിക്കാൻ? അതൊക്കെയുണ്ട്, നോക്കാം. പ്രിൻസി, നിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നീ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇനിയാണ് നീ സൂക്ഷിക്കേണ്ടത്. കാരണം അവൾ ചെന്ന് കയറി വീട്ടിൽ ഇതൊക്കെ അറിയാലോ. അവളുടെ അമ്മായിമ്മ പറഞ്ഞത് നീ വ്യക്തമായിട്ട് കേട്ടതല്ലേ പ്രിൻസി? നരിക്കുന്നൽ വീട്ടിലെ ബന്ധുക്കളാണ് എന്നറിഞ്ഞത് കൊണ്ട് മാത്രമാണ് അവർ ഈ വിവാഹത്തിന് സമ്മതിച്ചത് എന്ന്. അതുകൊണ്ട് ഇനി ഒരുപാട് പ്രശ്നത്തിന് നിൽക്കണ്ട. അത് നല്ലതിനായിരിക്കില്ല നമ്മുടെ കുട്ടിക്ക്, പ്രിൻസിയുടെ ഭർത്താവാണ് പറഞ്ഞത്. പ്രിൻസി അയാളെ ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയൊന്നും പറയാനുമില്ല. നാളെ തന്നെ പോകാനുള്ള കാര്യങ്ങൾ നോക്കാം എന്ന് പറഞ്ഞ് കൊച്ചപ്പച്ചനും അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. എന്നാലും ആൽഫി, ഇതെന്താ സംഭവിച്ചത്? പുറത്തേക്കിറങ്ങിയ ആൽഫിയോട് എൽദോ ചോദിച്ചു. അവളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞു. ഇവൻ കാണിക്കാത്ത ധൈര്യം അവൾ കാണിച്ചു. സോ സിമ്പിൾ, അത്രയേ ഉള്ളൂ. ആൽഫി പറഞ്ഞതും, എടാ ആൽഫി, എനിക്ക് ധൈര്യമില്ലാഞ്ഞിട്ടൊന്നുമല്ല. നിന്റെ കെട്ട് കഴിയണവരെ വെയിറ്റ് ചെയ്തതാ ഞങ്ങള്. അതിനുശേഷം വേണം ഞങ്ങൾക്ക് വന്ന് സംസാരിക്കാൻ. ഞങ്ങൾക്കോ? അപ്പോൾ നീ വീട്ടിൽ പറഞ്ഞോ? പിന്നല്ലാതെ, വീട്ടിലെല്ലാവരും ഓക്കെയാണ്. ആൽഫിയുടെ കല്യാണം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിരിക്കായിരുന്നു അവിടെയും. ഇവൾ ഇത്രയും പെട്ടെന്ന് ഇവിടെ പറയുന്ന ഞാൻ കരുതിയില്ല. ഒരു പെണ്ണ് കാണലായിട്ട് വരാമെന്നല്ലേ കരുതിയിരുന്നത്. എന്തായാലും നന്നായി, കാര്യങ്ങളെല്ലാം ഭംഗിയായല്ലോ. അവൾ അവളുടെ ഇഷ്ടം എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു. എന്നാലും ആൽഫി, ഇതെല്ലാം കേട്ടിട്ട് നീ എന്താ മിണ്ടാതിരുന്നത്? ഞാൻ എന്തിനു മിണ്ടണം? എൻ്റെ സഹോദരങ്ങൾക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഇഷ്ടങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അവരവരുടെ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും പറഞ്ഞു. തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൽഫി അവൻ്റെ കാറിൽ ചാരി നിന്നുകൊണ്ട് പറഞ്ഞു. എന്തായാലും ഇവൻ്റെ കാര്യം സെറ്റായി. ഇനി ഞങ്ങളുടെ 2 പേരുടെയാണ്. ആ പെൺകൊച്ചുങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടം അറിയാം. എന്നിട്ടും ഒരു മറുപടി തരാതെ വരുമ്പോഴാ എനിക്ക് ദേഷ്യം തോന്നുന്നത്. എന്തായാലും അവളോട് ഞാൻ സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു. അല്ലെങ്കിൽ ആൻസി കൊച്ചിൻ്റെ അടുത്തുനിന്ന് നമ്പർ വാങ്ങി അവളുടെ വീട്ടിൽ വിളിച്ച് സംസാരിച്ചാലോ? എൽദോ ചോദിച്ചതും, മോനെ, നിന്റെ കാസ്റ്റ് വേറെയാണ്. നീ വേറെ മതത്തിലും അവള് ഹിന്ദു കുട്ടിയുമാണ്. അപ്പോൾ എങ്ങനെ അവരുടെ വീട്ടുകാർ സമ്മതിക്കോ? അല്ല, നിന്റെ വീട്ടിൽ സമ്മതിക്കോ? എൻ്റെ വീട്ടിലൊക്കെ സമ്മതം എപ്പോഴേ കിട്ടി. പക്ഷേ അവളുടെ വീട്ടിലെ കാര്യമാണ്. എന്തായാലും ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് അവളുടെ അച്ഛനോടും അമ്മയോടും സംസാരിച്ച് നോക്കട്ടെ. എൽദോ പറഞ്ഞതും, എൻ്റെ പിന്നെ കാര്യം പേടിക്കാനില്ല. ഞങ്ങൾ 2 പേരും ഒരു മതമാണ്. കേശവ് പറഞ്ഞതും, അങ്ങനെ സിമ്പിളാണെന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോൾ അവിടെ ആയിരിക്കും സൂക്ഷിക്കേണ്ടി വരുന്നത്. എൽദോ പറഞ്ഞതും, കരുനാവ് വളയ്ക്കല്ലേടാ ദുഷ്ടോ. അല്ല, നീ ഇതെങ്ങോട്ടാ പോകുന്നത്? ജഗദീഷ് ആൽഫിയോട് ചോദിച്ചു. അയ്യോ സോറിടാ, ഞാൻ മറന്നു. അല്ല, അഗ്നി എന്തായി വന്നിട്ട്? അവൻ ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞു. എല്ലാവരോടും സംസാരിച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അവർക്കെല്ലാവർക്കും നേരത്തെ അറിയായിരുന്നു എന്ന്. അമ്മുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാ കാര്യങ്ങളും അറിയാം.
അവർ ഇവൻ്റെ ഒരു വരവ് കാത്തിരിക്കായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായത് ഓർക്കുമ്പോൾ തന്നെ സന്തോഷം തോന്നുന്നു, ആൽഫി പറഞ്ഞു. എന്നാൽ പിന്നെ അളിയ വിട്ടോ, നാളെ കാണാം. നാളെ ബസ് ഇറക്കുന്നതല്ലേ? നിങ്ങൾ നാളെ നേരെ പള്ളിയിലേക്ക് വരില്ലേ? ആൽഫി ചോദിച്ചു. എത്തിക്കോളാടാ. എന്നാ പോട്ടെ. അല്ല, നമ്മളൊന്ന് അവിടെ വരെ പോയി നോക്കണോ? ആ സ്റ്റീഫൻ മാളിയേക്കൽ അവനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കോ? ഇല്ലടാ, അതിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ആൽഫി പറഞ്ഞു. ഞങ്ങൾ സത്യത്തിൽ അത് പറയാൻ വേണ്ടി നിന്നോട് വന്നത്. നമുക്ക് ഇന്ന് അവിടെ കൂടിയാലോന്ന്. 3 ബസ് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോഴേ അവന് ചിലപ്പോൾ എന്തെങ്കിലും ചുരുക്ക് തീർക്കാൻ വന്നാലോ എന്നൊരു ഡൗട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നീ അത്ര ഉറപ്പിലാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. എന്നാൽ ഓക്കേടാ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് അവർ 3 പേരും പോയതും ആൽഫി വണ്ടിയെടുത്തു. ആൽഫി വണ്ടിയെടുത്തുകൊണ്ട് ഗേറ്റ് കടന്നതും ആ ബസ്സുകൾ കിടക്കുന്നിടത്തേക്ക് അവൻ പോയി. അവൻ്റെ വണ്ടി ഗേറ്റിനടുത്ത് ചെന്ന് നിന്നതും കണ്ടു ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുന്ന 2 പേരെ. ആ ആൽഫി ചായ, എന്തായി, ഭക്ഷണം കഴിച്ചോ? ആൽഫി ചോദിച്ചു. ആ കഴിച്ചു ചായ. എവിടെ നമ്മുടെ പുലിക്കുട്ടികൾ? അവർക്ക് കൊടുത്തോ? ഇല്ല ചായ, രാത്രി ഭക്ഷണം കൊടുക്കില്ല. രാവിലെ അതിനു വേണ്ടി കൊടുക്കും. രാത്രി ഭക്ഷണം കഴിച്ചാലേ കിടന്നുറങ്ങിക്കളയും. പക്ഷേ അതിന് പകരം വൈകിട്ട് 5 മണിയൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് കുറച്ച് ഫുഡ് കൊടുക്കും. അത് ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലും, അയാൾ പറഞ്ഞു. അപ്പോഴേക്കും അങ്ങോട്ട് വരുന്ന 2 വലിയ ഡോഗ്സിനെ അവൻ കണ്ടു. ആ വന്നല്ലോ, അയാൾ പറഞ്ഞതും ആൽഫി അങ്ങോട്ട് നോക്കി. 50 കിലോ വരെ തൂക്കം, 28 ഇഞ്ച് ഉയരം, മസിൽ പെരുത്ത ശരീരം, കട്ടി കുറഞ്ഞ രോമം, കുറുകിയ വാൽ, വലിയ തലയും കാലുകളും, തൂങ്ങിക്കിടക്കുന്ന ചെവികൾ, ഇതെല്ലാം കൂടി ചേർന്നതാണ് കെയ്ൻ കോർസോ. യുദ്ധമുഖത്ത് എതിരാളികൾക്ക് എതിരെ നില ഉറപ്പിക്കുന്ന നായവർഗം, ഏറ്റവും അന്തസാർന്ന പാരമ്പര്യമുള്ള നായകൾ. പുരാതന റോമിൽ പടയാളികൾക്ക് ഒപ്പമായിരുന്നു സ്ഥാനം. ഒന്നിനെയും പേടിയില്ല. വേട്ടയ്ക്ക് പോകാൻ മുൻപൻ. ഇവൻ പെഡ്ഡോഗല്ല. ലാളനയിൽ താൽപ്പര്യമില്ല. വിശ്വസ്തനാണ് 101%. പരിശീലിപ്പിച്ചെടുക്കാൻ എളുപ്പമല്ല. താൽപ്പര്യമില്ലാത്തത് ഒന്നും അവർ ഏറ്റെടുക്കില്ല. പരിശീലിപ്പിച്ചാലും അത് ഉപേക്ഷിച്ച് കളയും. അതാണ് കെയ്ൻ കോർസോ. അയാൾക്കടുത്തേക്ക് വന്നു നിന്നതും ആൽഫി അവരെ 2 പേരെയും നോക്കി. അവൻ കൈ നീട്ടിയതും അവൻ്റെ അടുത്തേക്ക് വന്നു. ആൽഫി അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും ചെല്ലാറുള്ളത് കൊണ്ട് തന്നെ ആൽഫിയുടെ അടുത്തേക്ക് അവർ വന്നു. എന്നാൽ പിന്നെ ഇനി ഞാൻ പൊയ്ക്കോട്ടെ? എന്താവശ്യമുണ്ടെങ്കിലും പറയാൻ മടിക്കണ്ട. താമസമൊക്കെ ഓക്കെ അല്ലേ? ആൽഫി ചോദിച്ചു. ഓക്കെയാണ് സാർ, ഞങ്ങൾ ഇവിടെ ഉണ്ടാകും. ആൽഫി ഒന്ന് ചുറ്റും നോക്കി. തൻ്റെ 8 ബസ്സുകൾ, നരിക്കുന്നേൽ എന്ന പേരിൽ കിടക്കുന്ന 8 ബസ്സുകളും അവൻ അഭിമാനത്തോടു കൂടി നോക്കി. അതിലൊന്ന് നാളെ എത്തും. ആൽഫി മനസ്സിലോർത്തുകൊണ്ട് അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും അയ്യങ്കാർ മനയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴേ കണ്ടു ഹാളിൽ തന്നെ ഇരിക്കുന്ന എല്ലാവരെയും. ഇന്ന് എല്ലാവരും ഉണ്ടല്ലോ, എന്താണ് എല്ലാ വിശേഷമുണ്ടോ? ആൽഫി ചോദിച്ചു. വിശേഷമെല്ലാം നരിക്കുന്നേൽ വീട്ടിലല്ലേ? ഞങ്ങൾ അറിഞ്ഞു 2 കല്യാണവും ഉറപ്പിച്ചു എന്ന് അമ്മുവിൻ്റെ അച്ഛൻ ചന്ദ്രശേഖരാണ് പറഞ്ഞത്. അതെ, ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം. അത് വെറുതെ. ഇച്ചാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. അപ്പു പറഞ്ഞു. ഇച്ചാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷേ മൗനാനുവാദം നൽകി അല്ലേ ഇച്ചായ? അമ്മു ചോദിച്ചതും ആൽഫി ഒന്ന് ചിരിച്ചു. ഭക്ഷണം കഴിച്ചോ മോൻ? ആ, ഞാൻ കഴിച്ചിട്ടാണ് വന്നത്. അല്ലെങ്കിലും അമ്മയുടെ ഈ വെജിറ്റേറിയൻ ഫുഡ് ഇച്ചാന് പറ്റില്ല. അവിടെ നല്ല വരട്ടിയ ബീഫോ ചിക്കൻ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അല്ലേ ആൽഫി ചായ? അപ്പു ചോദിച്ചതും എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല, എന്നാലും ഒരു ദിവസത്തിൽ കൂടുതൽ എനിക്ക് പച്ചക്കറി കഴിക്കാൻ പറ്റില്ല, ആൽഫി പറഞ്ഞു. എൻ്റെ ഈ അവസ്ഥ അതാടാ പോനെ, പക്ഷെ എന്തു ചെയ്യാനാ? ചന്ദ്രശേഖർ ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് ശ്രീവിദ്യയെ നോക്കിയതും ഞാൻ പറഞ്ഞതല്ലേ, ഞങ്ങളിവിടെ ഉണ്ടാക്കിത്തരാം, ഞങ്ങൾ കഴിക്കില്ലെന്നേ ഉള്ളൂ, ശ്രീവിദ്യ പറഞ്ഞു. ആ, അത് നല്ലൊരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അഗ്നിയും കൂടി കയറി വന്നതും ആ, ഇപ്പോൾ കോളം തികഞ്ഞു. ഇവർക്ക് 3 പേർക്കും നോൺ വെജ് ഇല്ലാതെ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നോൺ വെജ് കുക്ക് ചെയ്ത് തുടങ്ങേണ്ടി വരും അമ്മ, അല്ലെങ്കിൽ പിന്നെ നമ്മളും കഴിച്ചു തുടങ്ങേണ്ടി വരും. അപ്പു പറഞ്ഞതും അത് ഒരു നല്ല തീരുമാനമായിരിക്കും. ഈ വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിച്ചുകൊണ്ട് ജീവിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണേ, അഗ്നി പറഞ്ഞതും ആൽഫി അവനെ നോക്കി. നീ ഇത് എവിടെ നിന്ന് പൊട്ടിമുളച്ചു എന്നായിരുന്നു അവൻ്റെ നോട്ടം. അപ്പോഴാണ് അവൻ അവൻ്റെ ഡ്രസ്സ് നോക്കിയത്. നീ മതിൽ ചാടിയോ? ആ, അതാണ് ഞാൻ വിചാരിച്ചു വണ്ടി വരുന്ന ശബ്ദം കേട്ടില്ലല്ലോ എന്ന്. ഞാൻ വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ അവരറിയില്ലേ? അഗ്നി ചോദിച്ചതും ഓ, ഞാൻ മറന്നു. അല്ല, മതിൽ ചാടാനായിട്ട് അവർ ഉറങ്ങിയോ? ഇല്ല,
ഞാൻ ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് റൂമിൽ കയറി. പിന്നെ ബാൽക്കണി വഴി ഞാൻ ചാടി. അവൻ പറഞ്ഞു. നന്നായി, തിരിച്ചെങ്ങനെ കയറും? അതിനുള്ള വകുപ്പൊക്കെ അവിടെ റെഡിയാക്കിയിട്ടാണ് മോനെ ഞാൻ ചാടിയത്. ആ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ദേവേട്ടൻ അറിഞ്ഞോ, ഇന്ന് ആ വീട്ടിൽ 2 കല്യാണം ഉറപ്പിക്കലും നടന്നു. അപ്പു പറഞ്ഞതും കല്യാണം ഉറപ്പിക്കലോ? ആരുടെ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ ആൽഫിയെ നോക്കിയതും അവൻ കാര്യം പറഞ്ഞു. ഈശ്വര, പിള്ളേരൊക്കെ എന്ത് ഫാസ്റ്റാ. അവരെ കണ്ട് നമ്മളാ പഠിക്കേണ്ടത്. നമ്മുടെയൊക്കെ പ്രായം എത്തുമ്പോഴേക്കും അവർ 2-3 കുട്ടികളുടെ പാരൻസ് ആയിട്ടുണ്ടാകും. വളരെ ഫാസ്റ്റാണ് ഇപ്പോഴത്തെ ജനറേഷൻ. അഗ്നി പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി. അപ്പു തലയ്ക്ക് കൈകൊടുത്തുകൊണ്ട് നിന്നു. ആൽഫി അഗ്നിയെ നോക്കി ചിരിച്ചു. ചന്ദ്രശേഖർ ശ്രീവിദ്യയെയും. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഓർമ്മയ്ക്കായി എന്ന സ്റ്റോറിയും അധികം വൈകാതെ തന്നെ തീരുന്നതാണ്. ഇന്ന് സ്റ്റോറി ലെങ്ത് കുറവാണേ, 2 ദിവസമായിട്ടേ ഇത്തിരി തിരക്കുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ പഴയ പോലെ കറക്റ്റ് ടൈമിങ്ങിൽ സ്റ്റോറി കൊണ്ടുവരാം. പെട്ടെന്ന് വന്ന് ചെയ്തതാണ് ഇന്നത്തെ ഭാഗം. അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.